എൻ്റെ പേര് ഡോണ. ഞാൻ കടുത്തുരുത്തിയിൽ നിന്നാണ് വരുന്നത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ അയർലൻഡ് പ്രോസസ്സിങ് ഞാൻ ഈ കഴിഞ്ഞ 2021 ഡിസംബർ 9 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് അയർലൻഡിന് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, സാധാരണ എല്ലായിടത്തെയും പോലെ അല്ല, അയർലൻഡിലെ പ്രോസസ്സിംഗ് ഒക്കെ കുറച്ച് ഡിലേ ആണ്. പ്രോസസ്സിംഗ് എല്ലാം ഭയങ്കര ഡിലേ ആണ്. അപ്പോൾ ഞാൻ കൊടുത്ത സമയത്ത് അവിടെ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് ജനുവരി വരെ അവിടെ ഹോളിഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസം തൊട്ടാണ് എൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ പേപ്പറെല്ലാം വെരിഫൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ 5 സ്റ്റേജസ് ആയിട്ടാണ് നമ്മുടെ ഓരോ പ്രോസസ്സിംഗ് വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റേജസ് എല്ലാം ക്വയറീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. എനിക്ക് ക്വയറീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ എൻ്റെ ഡിസിഷൻ ലെറ്റർ കിട്ടാൻ വൈകുകയായിരുന്നു. കാരണം അവിടുന്ന് നമുക്ക് അയർലൻഡിൽ നിന്ന് ഡിസിഷൻ ലെറ്റർ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അയർലൻഡിലേക്ക് അവിടുത്തെ എക്സാമിന് ഡേറ്റ് എടുക്കാനും വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ എന്താണെന്നറിയത്തില്ല, ഭയങ്കര തടസ്സങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാനിവിടെ കൃപാസനത്തിൽ വരുന്നതും ജോസഫ് അച്ഛനെ കാണുന്നതുമൊക്കെ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി എന്നൊക്കെ. അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്കും ജോസഫ് അച്ഛൻ്റെ കയ്യിൽ നിന്നൊരു ബ്ലെസ്സിങ് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അന്ന് ഞാനിവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അവിടെ ആ ഗേറ്റ് വരെയും വലിയൊരു ലോങ് ക്യൂ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുക. അപ്പോൾ അമ്മയായിരുന്നു ഓൾറെഡി ഉടമ്പടി എടുത്തത്. അപ്പം അമ്മ 5 പുതുക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അവിടെ നിന്ന് ബ്രദർ ചോദിച്ചു, 4 പുതുക്കിയവരും 5 പുതുക്കിയവരും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഫോണിനകത്തൊരു മെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് ബ്രദറിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ബ്രദർ എനിക്ക് 4ാമത്തെ ടോക്കൺ തന്നു. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ എൻ്റെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയി പരിശുദ്ധ അമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല, നീ സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോ, നിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നുള്ളൂ എന്നാണ് അച്ഛൻ എനിക്ക് തന്ന മെസ്സേജ് അതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് അവിടുന്ന് അയർലൻഡിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു, നിൻ്റെ പ്രോസസ്സിംഗ് വർക്കുകൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സോ ഡിസിഷൻ ലെറ്റർ എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഡിസിഷൻ ലെറ്റർ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയർലൻഡിലേക്ക് എട്ടിപ്പിക്കൽ വിസ, അത് അയർലൻഡിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ അതിന് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് അതിന് നമ്മൾ വെയിറ്റ് ചെയ്ത് എട്ടിപ്പിക്കൽ വിസ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടുത്തെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്ത് ഞാൻ എട്ടിപ്പിക്കൽ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന സമയത്താണ് ഒരു ദിവസം 6-ാം തീയതി രാത്രിയിൽ, ജൂലൈ മാസം 6-ാം തീയതി രാത്രിയിൽ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് എന്നോട് പറയുന്നത്, നിൻ്റെ പാസ്പോർട്ടിൻ്റെ ഏതോ ഒരു പേജിൽ ഒരു ചെറിയ ഡാമേജ് ഉണ്ട്, അതുകൊണ്ട് നീ വിസയ്ക്ക് വെക്കുമ്പോൾ അത് റിജക്ഷൻ വരും, എത്രയും പെട്ടെന്ന് തന്നെ നീ ഒരു പുതിയ പാസ്പോർട്ട് എടുക്കേണ്ടതുണ്ട് എന്ന് എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ അന്ന് ആ സമയത്ത് അനുഭവിച്ച ടെൻഷൻ എനിക്ക് പോലും അറിയത്തില്ല. കാരണം അത്രയും കൊണ്ട് എത്തിച്ചിട്ട് ലാസ്റ്റ് അങ്ങനെ ഇതൊരു ചെറിയൊരു ഡാമേജ് വരുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് നമ്മളൊരു പാസ്പോർട്ടിനാണെങ്കിലും PCCക്ക് ആണെങ്കിലും ഒക്കെ അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിലും 1 മന്ത് കഴിഞ്ഞാലേ നമുക്ക് ഡേറ്റ് ഉൾപ്പെടെ കിട്ടുകയുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ആകപ്പാടെ ഉണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും മാത്രമായിരുന്നു. അപ്പോൾ അന്ന് രാത്രി തന്നെ ഞാൻ അമ്മയോട് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും പ്രതീക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തപ്പോൾ തൊട്ടടുത്ത ഡേറ്റ് തന്നെ, ഞാൻ 7-ാം തീയതിയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്, പക്ഷേ 8-ാം തീയതി തന്നെ കോട്ടയം ജില്ലയിൽ തന്നെ എനിക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ ഒരു ഡേറ്റ് മാറ്റി വെച്ചിരുന്നു. അങ്ങനെ എനിക്ക് 8-ാം തീയതി അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഓഫീസറെ കണ്ടപ്പോൾ ഓഫീസർ എന്നോട് പറഞ്ഞു, ഇത് കാണുന്നത് ഡാമേജ് ഒന്നും അല്ല, ഇതിന് പുതിയ പാസ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. കാരണം അവർ പുതിയൊരു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ അവർ വില്ലിങ് അല്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്നോട് പക്ഷേ ഏജൻസിയിൽ നിന്ന് പറഞ്ഞത് പുതിയ പാസ്പോർട്ട് എടുക്കണം, അല്ല നിനക്ക് ഉറപ്പായിട്ട് റിജക്ഷൻ സംഭവിക്കുമെന്നാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം മാത്രമായിരുന്നു. ഞാൻ അത് വെച്ച് അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഓഫീസർ എന്നോട് വന്ന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, മെയിൻ ഓഫീസർ മേളിലുണ്ട്, ഓഫീസറെ ജസ്റ്റ് ചെന്ന് കാണാൻ പറഞ്ഞു. അപ്പം ഞാൻ സാറിനെ ചെന്ന് കണ്ടു. അപ്പോൾ സാറ് എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ അവസ്ഥകൾ ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു, മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിൻ്റെ പാസ്പോർട്ട് ഇന്ന് തന്നെ ഡിസ്പാച്ച് ആക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞാൻ ചെയ്തോളാം എന്ന് എന്നോട് പറഞ്ഞു. അന്ന് തന്നെ പിന്നെ ഞാൻ പാസ്പോർട്ടിന് അവിടെ അപ്ലൈ ചെയ്തു. അന്ന് രാത്രിയിൽ തന്നെ എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരികയും
പിറ്റേ ദിവസം തന്നെ എനിക്ക് പാസ്പോർട്ട് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ PCCക്ക് വേണ്ടിയിട്ടും അപ്പോൾ പുതിയ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് പിന്നെ എനിക്ക് അഗെയിൻ PCCക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്നോട് ഓൾറെഡി അവിടുന്ന് ഓഫീസർ എന്നോട് പറഞ്ഞാൽ വിട്ടേ, നിനക്ക് പുതിയ ഇനി PCCയും വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് നീ പുതിയ പാസ്പോർട്ട് കിട്ടി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് PCCക്ക് ഒരു ഡേറ്റിന് വേണ്ടി എൻ്റെ ഇടുക്കിയിൽ വന്നാൽ മതി, ഞാൻ അതും ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുതിയ പാസ്പോർട്ട് കിട്ടി ഒരു ഇതിന് PCCക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത് സാറിൻ്റെ ഇടുക്കി ചെന്നപ്പോൾ സാർ എനിക്ക് അവിടെയും അടുത്ത ഒരു ഡേറ്റ് തന്ന് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം, എനിക്ക് പാസ്പോർട്ട് PCC എല്ലാം ആയി. ഞാൻ അവിടുത്തെ ടിപ്പിക്കൽ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് അയർലൻഡിലെ വിസ വരികയും തുടർന്ന് അടുത്ത ദിവസം തന്നെ ഞാൻ ഇവിടുത്തെ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തു. ഇപ്പോഴെൻ്റെ ടിക്കറ്റ് വിസ എല്ലാം വന്നു. ഞാൻ നെക്സ്റ്റ് വീക്ക് ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ്. പിന്നെ ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അനിയന് വേണ്ടിയിട്ടുള്ള സാക്ഷ്യമാണ്. അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അവൻ IELTS പുറത്തേക്ക് പോകാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ IELTSൻ്റെ 3 months കോച്ചിങ് എടുത്തു. അവൻ ഡേറ്റ് എടുത്തിരുന്നു. അവൻ പോയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു വിട്ട് ഇത്രയേ ഉള്ളൂ. കാരണം അവൻ ഫസ്റ്റ് ടൈം എഴുതുന്ന, അവന് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പരിശുദ്ധ അമ്മയുടെ കാശുരൂപമായിട്ടല്ല നീ പോകുന്നത്, നീ അവിടെ ഒരു ഉപകരണമായിട്ടിരുന്നാൽ മതി. ഈശോയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ നടക്കുന്നത്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവന് 2:40 സ്പീക്കിങ്. അവൻ അങ്ങനെ സ്പീക്കിങ്ങിന് ചെന്നു. അത് കഴിഞ്ഞ് സ്പീക്കിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ച്, അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അവിടെ എന്ത് നടന്നെന്നോ ആരെ എന്നോട് സ്പീക്ക് ചെയ്തെന്നോ എന്തൊക്കെ ചോദിച്ചെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അവന് ഒരു അനുഭവം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പരിശുദ്ധ അമ്മയുടെ നീല അങ്കിക്കുള്ളിലാണ് ഇരുന്നത് എന്നുള്ളൊരു അനുഭവം അവനുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ 13 ദിവസം കഴിഞ്ഞ് അവൻ്റെ റിസൾട്ട് വരികയും അവൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS ക്ലിയർ ആവുകയും ചെയ്തു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിത വഴികളിൽ എനിക്ക് അമ്മ നൽകാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു.